ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2025. ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരി. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനായ ഡോക്ടർ DS കോത്താരിയാണ് ഈ പ്രസ്താവന നടത്തിയത്. ഈ കമ്മീഷൻ കോത്താരി കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10. മനുഷ്യാവകാശ ദിനം എല്ലാ വർഷവും ഡിസംബർ 10-നാണ് ആചരിക്കുന്നത്. 1948 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? മെറ്റേണിക് ആയിരുന്നു ഈ വാക്ക് പറഞ്ഞത്. യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഫ്രാൻസിനുള്ള പ്രാധാന്യം വ്യക്തമാക്കാനാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചത്. ഫ്രാൻസിലെ ചെറിയ മാറ്റങ്ങൾ പോലും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെ സാരമായി ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. കടത്തനാടൻ സിംഹം എന്ന് അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കുറുളിച്ചേകോനാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. വടക്കൻ പാട്ടുകളിലെ വീരനായകനായ തച്ചോളിയോദയന്റെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 7:30 PM. ഗ്രീനിച്ച് ടൈമിനും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനും തമ്മിലുള്ള വ്യത്യാസം 5 മണിക്കൂറും 30 മിനിറ്റുമാണ്. ഇന്ത്യ ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സമയം കണക്കാക്കാൻ ഗ്രീനിച്ച് മീൻ ടൈമിന്റെ സമയം 2 PM പിന്നെ ഡിഫറൻസ് 5 മണിക്കൂറും 30 മിനിറ്റുമാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത 7:30 PM എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ആൻസർ. ഓപ്ഷൻ സി. താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിലെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ആൻസർ ഇവയെല്ലാം. ഓപ്ഷൻ സി. ധനനയം എന്നത് സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നതിനായി സർക്കാർ വരുമാനവും ചെലവും ഉപയോഗിക്കുന്ന രീതിയാണ്. ഇവയെല്ലാം. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 61-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ 61-ാം ഭേദഗതി നിയമം അനുസരിച്ചാണ് 1988 ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ചത്. 1989-ലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. ഈ സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് R വെങ്കിട്ടരാമനുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. മൺസൂൺ മഴയും ഇടിവിട്ട വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഉയർന്ന താപനിലയും കനത്ത മഴയും കാരണം പാറകൾക്ക് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിലൂടെയാണ് ഇത് രൂപപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. റബ്ബർ ഇന്ത്യയിലെ ഒരു പ്രധാന വിളയാണ്. ടയറുകൾ, കയ്യുറകൾ എന്നിവ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പല സംസ്ഥാനങ്ങളും റബ്ബർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഉൽപാദനത്തിൽ കേരളമാണ് മുന്നിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ഇത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്.
ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിന്റെ കീഴിലുള്ള റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് പൊതുമേഖലയുള്ള സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? ദേശീയ ജലപാത 3. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള 205 കിലോമീറ്റർ ദൂരമുള്ള പശ്ചിമ തീര കനാൽ ദേശീയ ജലപാത 3 ആണ്. 1993 ഇതിനെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത്. 2016 നിയമപ്രകാരം ഇത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളെയാണ് ധാന്യപ്പുര എന്ന് വിളിക്കുന്നത്. ഫലഭൂയിഷ്ഠമായ മണ്ണും സമൃദ്ധമായ ജലലഭ്യതയും കാരണം ഈ പ്രദേശം കാർഷിക ഉൽപാദനത്തിന് വളരെ അനുയോജ്യമാണ്. 16ാമത്തെ ക്വസ്റ്റ്യനും 17ഉം 18ഉം ഡെലീറ്റഡ് ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? താരതമ്യേന വീതികുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, വീതി താരതമ്യേന കൂടുതൽ. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ താരതമ്യേന വീതി കുറവാണ്, ഒന്നാമത്തെ. മൂന്നാമത്തെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു എന്നുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരസമതലമാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരസമതലമാണ്. അതുപോലെ വീതി താരതമ്യേന കൂടുതൽ ഉള്ളതും കിഴക്കൻ തീരസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. 2 മാത്രം ബന്ധമില്ലാത്തത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ പ്രസ്താവന 2 മാത്രമാണ് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 1949 ജൂലൈ 1. തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1 ഈ പുതിയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. പറവൂർ ടി.കെ. നാരായണപിള്ളയായിരുന്നു ആദ്യ മുഖ്യമന്ത്രി. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുക്കൊച്ചി അതിൽ ലയിച്ചു. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ചമ്പാരൻ. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് ഗാന്ധിജി നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തത്. ബ്രിട്ടീഷ് തോട്ടടുമകൾ കർഷകരെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യിക്കുകയും വിളവ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിരുന്നു. ഈ അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഗാന്ധിജി തന്റെ സത്യാഗ്രഹം പുതിയ സമരമാർഗം ആദ്യമായി ഇന്ത്യയിൽ പരീക്ഷിച്ചു. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാര്? ജൊനാഥൻ ഡങ്കൻ. ഓപ്ഷൻ എ. ബനാറസ് സംസ്കൃത കോളേജ് 1791 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രസിഡന്റ് ആയിരുന്ന ജൊനാഥൻ ഡങ്കനാണ് സ്ഥാപിച്ചത്. ഹിന്ദു നിയമങ്ങളും സാഹിത്യവും പഠിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഓപ്ഷൻ സി 2 മാത്രം ബന്ധമില്ലാത്തത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5 ഒപ്പുവെച്ചത്.
ഈ ഉടമ്പടിയിൽ പ്രധാന വ്യവസ്ഥകളായിരുന്നു നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുക, ബ്രിട്ടീഷ് സർക്കാർ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുക, ചില പ്രധാന വിപ്ലവകാരികളെ ഒഴികെ. കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുക, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുന്നു എന്നത് ഈ ഉടമ്പടിയുടെ ഭാഗമായിരുന്നില്ല. അതിനാൽ 2 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1917 കോഴിക്കോട് ജില്ലയിലെ ഊരള്ളൂരിലായിരുന്നു ഇത് സ്ഥാപിക്കപ്പെട്ടത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുക എന്നിവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? NS മാധവൻ. 2024 കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് ലഭിച്ചത്. മലയാള ചെറുകഥാ സാഹിത്യത്തിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ബഹുമതി. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണിത്. 2005 KG ശങ്കരപ്പിള്ള. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. യോഗശ്രീ എന്ന സാമൂഹ്യ പരിഷ്കരണ പദ്ധതി അടുത്തിടെ നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്താണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ആധുനിക യുഗത്തിന്റെ പിറവിയെയും ജന്മി മേധാവിത്വത്തിന്റെ അന്ത്യത്തെയുമാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം കുറിക്കുന്നത്. പലതായി ചിതറിക്കിടരുന്ന വേണാടിന്റെ പ്രദേശങ്ങളെ ഒന്നാക്കി തിരുവിതാംകൂർ രാജ്യം പടുത്തുയർത്തിയതും സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്രീകൃത രാജഭരണം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. അതിനാൽ മാർത്താണ്ഡവർമ്മയെ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നു. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഹാൻകാങ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻകാങ്ങിനാണ് ലഭിച്ചത്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലതകളെ തുറന്നുകാട്ടുകയും ചെയ്ത കാവ്യാത്മകമായ ഗദ്യമാണ് അവരുടെ രചനകളെന്ന് സ്വീഡിഷ് അക്കാദമി വിലയിരുത്തി. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ദക്ഷിണ കൊറിയക്കാരിയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് അവർ. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഹംഗേറിയൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ലാസ്ലോ ക്രാസ്നഹോർക്കൈക്ക് അവർക്ക് ലഭിച്ചു. താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ബി. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ തുടക്കത്തിൽ സ്വത്തവകാശം ഒരു മൗലികാവകാശം ആയിരുന്നെങ്കിലും 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും പകരം അനുച്ഛേദം 300A പ്രകാരം ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 4A ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കടമകൾ 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ചേർത്തത്. ഈ ആശയം സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. USSR. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏത്? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്.
തെറ്റാണ്. 52 സെക്കൻഡ് ആണ്. 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. അതും തെറ്റാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരളാദേവി ചൗധരാണിയാണ് ആലപിച്ചത്, മാലിനി ചൗധരിയല്ല. 3, നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയത്. ദേശീയഗാനം രചിച്ചത് നൊബേൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം എന്ന ദേശീയ ഗീതമാണ് രചിച്ചത്. അപ്പം 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഇവയെല്ലാം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനം നടത്തുന്നത്. ഈ സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1, 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. 2ാമത് തെറ്റാണ്. 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നവരെയോ ഏതാണോ നേരത്തെ വരുന്നത് അതാണ് അധ്യക്ഷന്റെ കാലാവധി. ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ നിർത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 17 ആണ്. വകുപ്പ് 17. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്നത് വകുപ്പ് 21 ആണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്നത് വകുപ്പ് 21 ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നത് വകുപ്പ് 21A ആണ്. വകുപ്പ് 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് വകുപ്പ് 32നെയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി 1953 നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. KM പണിക്കർ, HN കുൻസു എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. മാൻഡമസ് എന്ന പദത്തിന്റെ അർത്ഥം കൽപ്പന എന്നാണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് കോടതിക്ക് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹം അത് തന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തി. 1950 ഇന്ത്യയുടെ ഭരണഘടനാ സഭ ഈ ഗാനം ദേശീയ ഗീതമായി അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾക്കാണ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ 14 ഭാഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വിവിധ ഭേദഗതികളിലൂടെയാണ് 22 ഭാഷകൾ ഉൾപ്പെടുത്തിയത്.
കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. 2010 കേരള സർക്കാർ കരിമീനിനെ ഔദ്യോഗിക സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. ഇത് പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വന മേഖലയാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? വി അബ്ദുറഹിമാൻ. കേരളത്തിന്റെ നിലവിലെ യുവജനകാര്യ, കായിക, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രിയാണ് ശ്രീ വി അബ്ദുറഹിമാൻ. 2021 to 2026 കാലയളവിലെ 15ാം നിയമസഭയിലെ അംഗമാണ് ഇദ്ദേഹം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 കൊല്ലൂർ കണ്ണമ്മൂലയിലാണ്. ഈ സ്ഥലം നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി ജനിച്ചത് എന്ന്? 1863 ഓഗസ്റ്റ് 28. മഹാത്മാ അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 ജനിച്ചത്. കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവ നേതാവുമായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 28 കേരളത്തിൽ അയ്യങ്കാളി ജയന്തിയായി ആചരിക്കുന്നു. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം. ഇ വി രാമസ്വാമി നായ്ക്കരുടെ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഈ സ്മാരകം വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ചിരുന്നു. ഉടമസ്ഥത തമിഴ്നാട് സർക്കാരിനാണ്. താഴെ പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര്? മഹാദേവ് ഗോവിന്ദ റാനഡെ. വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമി എന്നിവർ കേരളത്തിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. മഹാദേവ് ഗോവിന്ദ റാനഡെ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതിനാൽ വേറിട്ട് നിൽക്കുന്നത് മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? കെ എം പണിക്കർ. കെ എം പണിക്കർ 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ 3 അംഗങ്ങളിൽ ഒരാളായിരുന്നു സർദാർ കെ എം പണിക്കർ. ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു കമ്മീഷൻ ചെയർമാൻ. ഹൃദയനാഥ് കുൻസ്രു ആയിരുന്നു മറ്റൊരംഗം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ശുപാർശകൾ നൽകിയത് ഈ കമ്മീഷനാണ്. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എ കെ ഗോപാലൻ. ഓപ്ഷൻ സി. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് സർ സി ശങ്കരൻ നായരാണ്. 1922 ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തോടുള്ള വിയോജിപ്പും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള വിമർശനവുമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? വടകര. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് 1931 വടകരയിൽ വെച്ചാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്?
അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ ദർസർ സാഹിബ് എന്ന പേരിലും അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവാണ്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ള തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തിയുമാണ്. തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക പദവികളിൽ തദ്ദേശീയർക്ക് പ്രാധാന്യം വേണമെന്നാവശ്യപ്പെട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമായിരുന്നു അത്. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ഷൺമുഖം ചെട്ടി. S. നീലകണ്ഠ അയ്യർ പ്രസിഡന്റും VR. കൃഷ്ണൻ എഴുത്തച്ഛൻ സെക്രട്ടറിയുമായ 1941 ഫെബ്രുവരി 9 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്നിവരും ഇതിന്റെ പ്രധാന നേതാക്കളായിരുന്നു. ഷൺമുഖം ചെട്ടി കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്നില്ല. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്ത് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏത്? അഗസ്തീശ്വരം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 താലൂക്കുകളായ അഗസ്തീശ്വരം, തൊവാളൈ, കാൽക്കുളം, വിളവങ്കോട് എന്നിവ ഭാഷാടിസ്ഥാനത്തിൽ മദിരാശി സംസ്ഥാനത്തോട്, ഇപ്പോഴത്തെ തമിഴ്നാടിനോട് ചേർത്തിരുന്നു. നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഈ 4 ഉൾപ്പെടുന്നത് താലൂക്ക് അഗസ്തീശ്വരമാണ്. ആൻസർ ഓപ്ഷൻ ബി. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം കണ്ണിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും രാത്രിയിലോ മങ്ങിയ വെളിച്ചത്തിലോ കാഴ്ച മങ്ങുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നിശാന്തത. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഹീമോഫീലിയ. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമമില്ലായ്മ, അമിതവണ്ണം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇവ ഉണ്ടാകുന്നത്. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഈ രോഗം ജീവിതശൈലി കാരണം ഉണ്ടാകുന്നതല്ല. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചത് അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റും കൺസർവേഷനിസ്റ്റുമായ റേച്ചൽ കാഴ്സൺ ആണ്. 1962 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം കീടനാശിനികളുടെ, പ്രത്യേകിച്ച് DDTയുടെ അനിയന്ത്രിതമായ ഉപയോഗം പരിസ്ഥിതിക്ക് വരുത്തുന്ന ദോഷങ്ങളെ കുറിച്ചാണ്. ഈ പുസ്തകം ആഗോളതലത്തിൽ പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും US കീടനാശിനി നയത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? പെരിയാർ. പെരിയാർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. ഇരവികുളം ദേശീയോദ്യാനം വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. സൈലന്റ് വാലി ഒരു ദേശീയ ഉദ്യാനമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം പല്ലിന്റെ പുറംപാളിയായ ഇനാമലാണ്. ഇത് ഉയർന്ന ധാതുവൽക്കരിക്കപ്പെട്ടതും അസ്ഥിയേക്കാൾ കഠിനവുമാണ്. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസ് പെരുകുന്നത്. ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരൾ. യൂറിയയുടെ ഉൽപാദനം നടക്കുന്നത് കരളിലാണ്. അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന എൻസൈമുകൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മൂത്രത്തിലൂടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത്? പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിനം പ്രിയങ്കയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? 2023. ഐക്യരാഷ്ട്രസഭ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പ്രഖ്യാപനം. ആഗോളതലത്തിൽ ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും
പ്രോത്സാഹിപ്പിക്കുക, അവയുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭ 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിച്ചത്. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ പ്രമേയം സഹകരണങ്ങൾ ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുന്നു എന്നതാണ്. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം. കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത്. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നത് പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം താഴേക്കും കല്ലിന്റെ സ്ഥാനാന്തരം മുകളിലേക്കുമാണ്. അതിനാൽ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം താഴേക്കും കല്ലിന്റെ സ്ഥാനാന്തരം മുകളിലേക്കുമാണ്. അതിനാൽ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലവും തേങ്ങയുടെ സ്ഥാനാന്തരവും ഒരേ ദിശയിലാണ്, താഴേക്കാണ്. അതിനാൽ ഈ പ്രവൃത്തി പോസിറ്റീവാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം മുകളിലേക്കും കല്ലിന്റെ സ്ഥാനാന്തരവും മുകളിലേക്കാണ്. അതിനാൽ നാം പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ്. ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ പ്രവൃത്തി പോസിറ്റീവാണ്. ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ പ്രവൃത്തി പോസിറ്റീവ്. ബലവും സ്ഥാനാന്തരവും വിപരീത ദിശയാണെങ്കിൽ പ്രവൃത്തി നെഗറ്റീവാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ 2, 3 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോഴും അതുപോലെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോഴും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. ഓപ്ഷൻ ഡി. കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് എഫിനും പോളിനും പി ഇടയിൽ ഒരു വസ്തു വയ്ക്കുമ്പോൾ ദർപ്പണത്തിന് പിന്നിലായി ഒരു മിഥ്യാ പ്രതിബിംബം രൂപപ്പെടുന്നു. ഈ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതും നിവർന്നതുമായിരിക്കും. പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതും നിവർന്നതുമായിരിക്കും. മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യന്റെ ശ്രവണപരിധി സാധാരണയായി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് താഴെയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസൗണ്ട് എന്നും 20,000 ഹെർട്സിനും കൂടുതലുള്ള ശബ്ദങ്ങളെ അൾട്രാസൗണ്ട് എന്നും പറയുന്നു. ഇവ രണ്ടും മനുഷ്യന് ശ്രവണപരിധിക്ക് പുറത്താണ്. ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. ഫാരൻഹൈറ്റ് സെൽഷ്യസിലേക്ക് മാറ്റണം. ഫാരൻഹൈറ്റ് അത് കാണാനുള്ള ഇക്വേഷൻ ആണ് F - 32 × 5/9. F - 32 × 5/9. F എന്ന് പറയുന്നത് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ 98 - 32. 98 - 32 എന്ന് പറയുമ്പോൾ 66. 66 × 5/9. അത് ചെയ്യുമ്പോൾ നമുക്ക് 36.67 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും.
ഫാരൻഹൈറ്റ് നമ്മൾ സെൽഷ്യസിലേക്ക് മാറ്റി, സെൽഷ്യസ് കിട്ടി. സെൽഷ്യസ് എന്ന് പറയുന്നത് 36.67 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഈ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യണം? കെ മീൻസ് കെൽവിൻ. കെൽവിൻ ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273.15. സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ ആണ് കെ മീൻസ് കെൽവിൻ. കെൽവിൻ ഈക്വൽ ടു സെൽഷ്യസ് സി പ്ലസ് 273.15. സി എന്ന് പറയുന്നത് 36.67 ആണ്. അപ്പൊ 36.67 പ്ലസ് 273.15. അപ്പൊ നമുക്ക് കെൽവിൻ കിട്ടും. അത് 309.82 കെൽവിൻ ആണ്. അപ്പൊ 310 കെയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂല്യമാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 310 കെ. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഓപ്ഷൻ ബി, യു സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് 2as. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. രാസോർജം ഗതികോർജമാകുന്നു. ഒരു പെട്രോൾ കാറിൽ ഇന്ധനം കത്തുമ്പോൾ രാസശക്തി താപോർജമായി മാറുന്നു. ഈ താപോർജം എഞ്ചിനിലെ പിസ്റ്റനുകളെ ചലിപ്പിക്കുകയും അതുവഴി യാന്ത്രികോർജം അഥവാ ഗതികോർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ പ്രധാന ഊർജ പരിവർത്തനം രാസോർജം ഗതികോർജമാകുന്നു എന്നതാണ്. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഓപ്ഷൻ എ. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഈ സമയത്ത് ചന്ദ്രൻ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ തടയുന്നു. അതിനാൽ ഭൂമിയിലെ ചില പ്രദേശങ്ങളിൽ സൂര്യനെ പൂർണ്ണമായോ ഭാഗികമായോ കാണാൻ കഴിയില്ല. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന 2 തെറ്റാണ്. ഹൈഡ്രജൻ വെള്ളത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്. തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഐസോട്ടോപ്പുകൾ ഒരേ രാസമൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. അവയ്ക്ക് ഒരേ അറ്റോമിക സംഖ്യയാണ്. എന്നാൽ വ്യത്യസ്ത ന്യൂട്രോണുകളുടെ എണ്ണം കാരണം മാസ് സംഖ്യ വ്യത്യസ്തമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഓക്സിജൻ. ഹൈഡ്രജന്റെ അറ്റോമിക സംഖ്യ 1 ആണ്. കാർബണിന്റെ അറ്റോമിക സംഖ്യ 6, നൈട്രജന്റെ അറ്റോമിക സംഖ്യ 7, ഓക്സിജന്റെ 8. 15 + 33 ഹരിക്കണം 11 × 12 ഹരിക്കണം 3 - 10 കണക്കാക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 17. 36² / 6² 36. ഓപ്ഷൻ എ. √0.44 എന്നതിന്റെ ദശാംശ രൂപത്തിൽ എഴുതുക. ഓപ്ഷൻ എ 0.666. 1.52 + 0.22 എത്ര? ഓപ്ഷൻ ഡി 0.09. 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? 312 കിലോമീറ്റർ. 0, 1, 1, 2, 3, 5, 8. അടുത്ത സംഖ്യ ഏത്? 13. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? 1344 രൂപ. 2/1/2 - 1/8 - 1/16 ഡാഷ്. 37/16. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കുട്ടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? 47. ആദ്യത്തെ 5 ഒറ്റസംഖ്യയുടെ ലസാഗു കാണുക.
315. കേരളയുടെ കോഡ് JFQBKB ആയ ഒഡീഷയുടെ കോഡ് എന്ത്? ഓപ്ഷൻ എ. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എത്ര? ബി. 31. 5, 126, 9, 730. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 95ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 23. 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/6 എക്സ് 5/6. എക്സിന്റെ വില എന്ത്? 96ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1/6. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? 13 മീറ്റർ. പുസ്തകങ്ങൾ, ലൈബ്രറി, സിനിമ, തിയേറ്റർ. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? അമ്മാവൻ. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിന്റെ പ്രായം എത്ര? 19. താങ്ക് യു.